മുട്ടമാല ഇല്ലാണ്ട് കണ്ണൂർ ഒരു തക്കാരും കഴിഞ്ഞു പോകില്ലട്ടാ. മുട്ടമാല, അൽസ, ബിരിയാണി ഇത് മൂന്നും നിർബന്ധമാണ് ഒരു തക്കാരം കഴിയണമെങ്കിൽ. പിന്നെന്ന് വെച്ചാൽ ഇപ്പാണ് നൂഡിൽസ്, മക്രോണി, ബട്ടൂര, പിന്നെ കമീർ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിയതാണ്. പണ്ട് മുതൽ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ ഉമ്മയെല്ലാം പറയുന്നതൊക്കെ, എൻ്റെ ഉമ്മയെല്ലാം മുട്ടമാലൻ്റെ സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. പണ്ടെല്ലാം എവിടെയെങ്കിലും മംഗലം കഴിഞ്ഞ് തക്കാരത്തിനാൽ 200 മുട്ടൻ്റെ എല്ലാം മുട്ടമാല ഉമ്മാൻ്റെ ഡ്യൂട്ടിന് തലേന്ന് 2 മണിയെല്ലാം ഉറങ്ങണമെങ്കിൽ തന്നെ അത്രയും ഉമ്മ മുട്ടമാല ഉണ്ടാക്കും കേട്ടോ. ഇപ്പം എല്ലാവരും പിന്നെ ഉണ്ടാക്കുന്നുണ്ട്, യൂട്യൂബ് നോക്കിയിട്ടെല്ലാം എല്ലാം ഉണ്ടാക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് കുറേ വർത്താനം പറയേണ്ടത് മുട്ടമാലൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് എഗ് യോക്കും എഗ് വെയിറ്റും കൂടി വെവ്വേറെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. വെവ്വേറെ ആക്കിയിട്ട് ഒരു സ്പൂണോട് നല്ലോണം ബീറ്റാക്കിയിട്ട് ഇതുപോലുള്ള അരിപ്പയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ മുണ്ടൊക്കെ ഉണ്ടാവൂലേ കോട്ടൻ്റെ, അതിലോ ഇട്ടിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഞാനിപ്പം പറയുന്നത് ഒരു 15 മുട്ടൻ്റെ മെഷർമെൻറ്റാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ പഞ്ചസാരയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒറ്റൊന്നും പരുവമൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മൾ ഉമ്മാൻ്റെ മുട്ടമാലൻ്റെ ആയുധം. ഇതൊരു 32 വർഷത്തെ പഴക്കം ഏതായാലും ഉണ്ടാവും. പണ്ട് ഉമ്മ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു തലശ്ശേരിയിലോ താത്തയാണ് മുട്ടമാല ഉണ്ടാക്കാൻ ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തത്. അന്നേരം ഈ സാധനം വാങ്ങിയിട്ടാണ് പോലും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിന്. അന്നും ഇന്നും ഉമ്മാക്ക് മുട്ടമാല റെഡിയാക്കി ഇടണമെങ്കിൽ ഈ തന്നെ ആക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ പഞ്ചസാര ആദ്യം തിളച്ചേർക്ക് തന്നെ അതിലേക്ക് എഗ് വൈറ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു 3-4 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഈ പഞ്ചസാരൻ്റെ അഴുക്കെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ എഗ് വൈറ്റ് നല്ലോണം തിളച്ചതിന് ശേഷം മൊത്തത്തിലൊന്നിങ്ങനെ പഞ്ചസാര സിറപ്പിൽ മൊത്തത്തിലൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കോരി മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മുട്ടമാല ഉണ്ടാക്കേണ്ടതുണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒന്ന് റെഡിയായി വന്നതിന് ശേഷം ആ വെന്തതൊക്കെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് ആ ബാക്കിയുള്ള സ്പൈസിലേക്കും കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ മുട്ടമാല കുറേ നേരം ഒന്നും കുക്കായി കിട്ടാനില്ല കേട്ടോ. ഇതിങ്ങനെ ഒഴിക്കും തോറും ഇതുപോലൊരു സ്റ്റിക്ക് കൊണ്ട് ഇങ്ങോട്ടും ആക്കി വെക്കുക. അതവിടെ നിന്ന് അങ്ങനെ വേഗമായി കിട്ടും. പിന്നെ ഇത് നമ്മൾ എടുക്കാൻ നേരത്തെ കുറച്ചിങ്ങനെ വെള്ളം കയ്യിലെടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ നൊരയൊക്കെ പോയിട്ട് നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ മുട്ടമാല കോരിയെടുക്കാനും പറ്റും. കുറച്ച് കാലം മുന്നേ വരെ മുട്ടമാല ഭക്ഷണത്തിന് മുന്നേ കഴിക്കുന്നതിന് നമ്മൾ ഈ ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇരുന്നവർക്ക് നമുക്കൊരു ചെറിയ പാത്രത്തിൽ മുട്ടമാലയും പിഞ്ഞാത്തപ്പും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേനും ഫസ്റ്റ് കഴിക്കുക. അതിന് ശേഷമാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ കഴിച്ചു തുടങ്ങുക. ഇപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫുഡിങ് സെക്ഷനിലാണ് മുട്ടമാലൻ്റെ സ്ഥാനം. മുട്ടമാല വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിനിങ്ങനെ ചിള്ളി കൊടുക്കുക എന്ന് പറയും കേട്ടോ. ഇങ്ങനെ ഒന്ന് വിടിയിച്ചെടുക്കുക. വിടിച്ച് അത് പൊട്ടിച്ചെടുക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിള്ളി കൊടുക്കാനേ പാടുള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടമാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടമാലൻ്റെ പിഞ്ഞാണത്തപ്പ് ഉണ്ടാക്കി കൊടുക്കണം.